ഹായ് സുന്ദരീസ്, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മറ്റൊരു ഹെയർ പാക്കാണ് ചെയ്യാൻ പോണത്. ആൻഡ് ഇത് ഈ സമ്മർ സമയത്ത് വളരെ നല്ലതാണ്. കാരണം ഇത് തലയ്ക്ക് നല്ല തണുപ്പ് തരാനും അതിലൂടെ ഹെയർ ഫോളൊക്കെ കുറച്ച് മുടി നന്നായി വളരാൻ സഹായിക്കും. അതിന് ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ്. ചോറ് വാർത്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അത് മാറ്റി വെക്കുക. സാധാരണ നമ്മൾ കളയല്ലേ പതിവ്, ഇത് അങ്ങനെ കളയരുത്, അതിങ്ങനെ മാറ്റി വെക്കുക ചൂടാറാനായിട്ട്. എന്നിട്ട് നമുക്ക് വേണ്ടത് നെല്ലിക്കയാണ്. ഈ നെല്ലിക്ക ഞാൻ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ചെറിയ കഷ്ണങ്ങളായി നുറുക്കി അതിലെ കുരു കളഞ്ഞതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയാണ്. നല്ലോണം കുറച്ചധികം ദിവസം വെയിലത്ത് വെക്കുക. അപ്പോൾ ഇത് ഇതേപോലെ നല്ലോണം ഉണങ്ങി കിട്ടും. ഇങ്ങനെ ഉണക്കി വെക്കുന്ന നെല്ലിക്ക കുറേ നാൾ ലാസ്റ്റ് ചെയ്യും. അത് മാത്രമല്ല, ഇത് നമുക്ക് മുടിയിലൊക്കെ തേക്കാനായിട്ട് നന്നായി അരച്ചെടുക്കാനൊക്കെ നല്ല എളുപ്പമാണ്. പച്ചനെല്ലിക്ക അരക്കണേക്കാട്ടിനൊക്കെ എളുപ്പത്തിൽ അരയ്ക്കാനും പൊടിച്ചെടുക്കാനൊക്കെ എളുപ്പത്തിൽ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാനുള്ള സമയമൊന്നും ഇല്ലാച്ചാൽ സാരമില്ല, പച്ചനെല്ലിക്ക എടുത്താലും മതി. പക്ഷേ ഇങ്ങനെ ഇതേപോലെ വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നെല്ലിക്കയുടെ സീസൺ സമയത്ത് ഇങ്ങനെ ചെയ്താൽ മതി. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഈ ചൂടാറിയ കഞ്ഞിവെള്ളത്തിൽ ഈ നെല്ലിക്ക ഇട്ട് ഇത് അടച്ചു വെക്കുക. എന്നിട്ട് കുറച്ച് ഏതാനും മണിക്കൂറുകൾ ഇതേപോലെ അങ്ങനെ തന്നെ വെക്കണം. അങ്ങനെയാകുമ്പോൾ കഞ്ഞിവെള്ളം ഒന്ന് ഫെർമെൻറ്റഡ് ആയിട്ട് ഇതിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ മാറി മുടിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ പാകത്തിനാവും. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായി അരച്ചെടുക്കുക. ഒരു രാത്രി കംപ്ലീറ്റ്ലി നമുക്ക് കഞ്ഞിവെള്ളം ഇത് നെല്ലിക്ക ഇട്ടിട്ട് മാറ്റി വയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് കേട്ടോ. അതിൽ കൂടുതൽ വേണ്ട, മാക്സിമം ഒരു രാത്രി, അതിൽ കൂടുതൽ വേണ്ട. എന്നിട്ട് ഇത് രണ്ടും കൂടി അരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാവും ഉണ്ടാവുക. ഇത് വെറുതെ നിങ്ങൾക്ക് തലയിൽ തേക്കണമെങ്കിൽ അങ്ങനെ തേക്കാം. പക്ഷേ ഞാൻ അതിൻ്റെ കൂടെ കുറച്ചുകൂടി സാധനങ്ങൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി സാധനങ്ങൾ ആഡ് ചെയ്യാണ്. ഇതിലേക്ക് ഞാൻ 2 സ്പൂൺ ഇത് നീം പൗഡറാണ്, ആര്യവേപ്പിലയുടെ പൊടിയാണ്. ആര്യവേപ്പിലയുടെ പൊടിയുടെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമുക്ക് തലയിൽ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ, അതേപോലെ എന്തെങ്കിലും സ്കാൽപ്പ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ വളരെ നല്ലതാണ്. ഈ ആര്യവേപ്പിലയുടെ പൊടി നമുക്ക് മാർക്കറ്റിൽ ഈസി ആയിട്ട് കിട്ടും. ഇനി അതല്ല, നമുക്ക് വീട്ടിൽ അവൈലബിൾ ആണെങ്കിൽ അത് ഇല ഉണക്കാൻ വെച്ചിട്ട് പൊടിച്ചെടുത്താൽ മതി. ഞാൻ പിന്നെ എടുക്കുന്നത് മൈലാഞ്ചിയാണ്. 2 സ്പൂൺ മൈലാഞ്ചി പൊടി എടുക്കേണ്ടത്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. മൈലാഞ്ചി നന്നായി ഉണക്കി പൊടിച്ചെടുത്താണ്. എഗെയിൻ ഇത് തലയ്ക്ക് നന്നായി തണുപ്പ് തരാൻ സഹായിക്കും. അപ്പം നമ്മുടെ ബോഡി കൂളാവാനും വളരെ ഹെൽപ്ഫുള്ളാണ്. നമ്മുടെ തലയിൽ എപ്പോഴും ഈ ചൂടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഹെയർ ഫോൾ കൂടും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഹെയർ പാക്ക് നമ്മുടെ തല ഒന്ന് കൂളാവാനും അങ്ങനെ ഹെയർ ഫോൾ അതിലൂടെ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. പിന്നെ അത് മാത്രമല്ല, ഈ ചൂടുകാലത്ത് നമുക്ക് ഉറക്കം കിട്ടാൻ വളരെ നല്ലതാണ്. ഇനി എന്താ വേണ്ടത് വെച്ചാൽ, ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കട്ടകളൊന്നും ഇല്ലാത്ത പോലെ വേണം മിക്സ് ചെയ്യാനായിട്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് എളുപ്പം ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ ഏകദേശം ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് അപ്പം തന്നെ മുടിയിൽ അപ്ലൈ ചെയ്യാം. ഇത് കൂടുതൽ നേരം വെക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മൈലാഞ്ചി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ മുടിയിൽ ഇത് കളറൊന്നും വരില്ല. കാരണം നമ്മൾ മൈലാഞ്ചി വെച്ച് കുറേ നേരം കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ മുടിയിലേക്ക് കളർ പിടിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കളർ ആവുമൊന്നുമില്ല. ഇത് ജസ്റ്റ് നമ്മുടെ തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാനും അങ്ങനെ നമുക്ക് മുടി കൊഴിച്ചിൽ അതിലൂടെ കുറയ്ക്കാനായിട്ടുള്ളൊരു ഹെയർ പാക്കാണ് ഇത്. അതല്ല, നിങ്ങൾക്ക് ഹെന്നയുടെ പ്രത്യേക വീഡിയോ വേണമെങ്കിൽ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കാർട്ടിൽ ഇതാ കണ്ടു നോക്കൂ കേട്ടോ. പിന്നെ ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, യൂഷ്വലി ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതേപോലെയാണ് അപ്ലൈ ചെയ്യണത്. ആദ്യം ഞാൻ വകച്ചിലെടുക്കും. എന്നിട്ട് ഈ ഹെയർ പാക്ക് എടുത്തിട്ട് ഞാൻ മുടിയിൽ അപ്ലൈ ചെയ്യും. എന്നിട്ട് അടുത്ത വകച്ചിലെടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ തലയോട്ടിയിൽ കംപ്ലീറ്റ്ലി ഇത് തേച്ച് പിടിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യണത്. ഞാൻ എൻ്റെ അമ്മയോടാണ് വർത്തമാനം പറയണത്. അപ്പോൾ ത്രൂ ഔട്ട് ഈ വീഡിയോയിൽ ഇതെന്നെ വർത്തമാനം തന്നെയായിരുന്നു. ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഭയങ്കര വർത്താനമായിരുന്നു. അപ്പം അത് ശ്രദ്ധിക്കേണ്ട. ഇത് നമ്മൾ എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നന്നായി തലയോട്ടിയിലും മസാജ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം മുടി കെട്ടി ഒരു 1/2 മണിക്കൂർ ടു 3/4 മണിക്കൂർ അങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ ഷാമ്പു ഉപയോഗിച്ച് കഴുകി കളയാം. ഈ ഹെയർ പാക്ക് ഉപയോഗിക്കുന്നതിനേക്കാളും മുമ്പ് നമുക്ക് വേണമെങ്കിൽ നല്ല ഏറ്റവും നല്ലത് ഓയിൽ മസാജ് ചെയ്തതിന് ശേഷം ഈ ഹെയർ പാക്ക് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഡബിൾ ബെനിഫിറ്റാണ്. അങ്ങനെ ചെയ്തു നോക്കൂ, വളരെ ബെനിഫിഷ്യലാണ്. നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കുളിച്ച് കഴിഞ്ഞാൽ എന്തായാലും അതിൻ്റെ മാറ്റം അറിയാൻ പറ്റും. നല്ല തണുപ്പാണ് തലയ്ക്ക്. അപ്പോൾ ഉറങ്ങാനൊക്കെ നല്ല സുഖമാണ്. ഈ ചൂടുകാലത്ത് പറ്റിയ ഹെയർ പാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നെല്ലിക്ക ഇതേപോലെ മേടിക്കാൻ പ്രയാസമാണ്. ഇങ്ങനെ പച്ചനെല്ലിക്ക അരയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ നെല്ലിക്കയുടെ പൊടി മേടിക്കാൻ കിട്ടും, അത് ഉപയോഗിച്ചാലും മതി. അപ്പോൾ ഇങ്ങനെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായി അപ്ലൈ ചെയ്ത് വേണമെങ്കിൽ നമുക്ക് മുടിയിലും അപ്ലൈ ചെയ്യാം. മുടിയിൽ അപ്ലൈ ചെയ്ത് ഇതേപോലെ കെട്ടിവെക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.